മത്തായി സുവിശേഷം 28 അധ്യായത്തിൻ്റെ 16 മുതൽ 20 വരെയുള്ള തിരുവെഴുത്തുകളാണ് വായിച്ച് കേട്ടത്. ഒന്നുകൂടെ നോക്കട്ടെ, ഒന്നുകൂടെ വായിച്ചു. എന്നാൽ 11 ശിഷ്യന്മാർ ഗലീലയിൽ യേശു അവരോട് കൽപ്പിച്ചിരുന്ന മലയ്ക്ക് പോയി. അവനെ കണ്ടപ്പോൾ അവർ നമസ്കരിച്ചു. ചിലരോ സംശയിച്ചു. യേശു അടുത്ത് എന്നു, ഭൂമിയിലെ സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകെ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പെടുത്തക്കൊണ്ട് ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുകയും ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് അരുളി ചെയ്യും. ആമേൻ. നമ്മുടെ കരമുയർത്തി ഒരിക്കൽ കൂടെ ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. എത്ര നാൾ ചതിച്ചു കൊള്ളും ലോകം, എത്ര നാൾ ഭരിച്ചു കൊള്ളും, എത്ര നാൾ പറഞ്ഞും കൊള്ളും അപവാദങ്ങൾ ശുദ്ധിമാന്മാരുടെ മേലും. കർത്താവെ നോക്കി കാണുക വാർത്തലത്തിൻ ദുരിതം, കർത്താവെ നോക്കി കാണുക വാർത്തലത്തിൻ ദുരിതം. കർത്താവെ നോക്കി കാണുക വാർത്തലത്തിൻ ദുരിതം, കർത്താവെ നോക്കി കാണുക വാർത്തലത്തിൻ ദുരിതം. കർത്താവെ നോക്കി കാണുക വാർത്തലത്തിൻ ദുരിതം, കർത്താവെ നോക്കി കാണുക വാർത്തലത്തിൻ ദുരിതം. സാത്താന്റെ ധിക്കാരത്തെ നീക്കുവാനായി പ്രിയം, സാത്താന്റെ ധിക്കാരത്തെ നീക്കുവാനായി പ്രിയ. കാന്തതാമസം എന്താകോ വന്നിടാനേശു, കാന്തതാമസം എന്താകോ, കാന്തതാമസം എന്താകോ വന്നിടാനേശു, കാന്തതാമസം എന്താകോ. കാന്തനിൻ വരവിനായി കാത്തിരും എൻ്റെ മനം, കാന്തനിൻ വരവിനായി കാത്തിരും എൻ്റെ മനം, കാന്തനിൻ വരവിനായി കാത്തിരും എൻ്റെ മനം. കാന്തനിൻ വരവിനായി കാത്തിരും എൻ്റെ മനം, കാന്തനിൻ വരവിനായി കാത്തിരും എൻ്റെ മനം, കാന്തനിൻ വരവിനായി കാത്തിരും എൻ്റെ മനം.
കാന്താനിൻ വരവിനായി കാത്തിരുന്നെന്റെ മാനം കാന്താനിൻ വരവിനായി കാത്തിരുന്നെന്റെ മാനം വെന്തൂരുകുന്നു കണ്ണും മങ്ങും നൽമാനുവേലെ വെന്തൂരുകുന്നു കണ്ണും മങ്ങും നന്മാനുവേലെ താമസം എന്താകോ വന്നിടാനേശു താമസം എന്താകോ താമസം എന്താകോ വന്നിടാനേശു താമസം എന്താകോ ചതിച്ചു കൊള്ളും പിശാചിലോകം എത്ര നാൾ ഭരിച്ചു കൊള്ളും എത്ര നാൾ പറഞ്ഞും കൊള്ളും അപവാദങ്ങൾ ശുദ്ധിമാന്മാരുടെ മേലും കർത്താവെ നോക്കി കാണാം പാർത്തലത്തിൻ ദുരിതം കർത്താവെ നോക്കി കാണാം പാർത്തല കർത്താവെ നോക്കി കാണാം പാർത്തലത്തിൻ ദുരിതം കർത്താവെ നോക്കി കാണാം പാർത്തലത്തിൻ ദുരിതം കർത്താവെ നോക്കി കാണാൻ പാർത്തലത്തിൻ ദുരിതം കർത്താവെ നോക്കി കാണാൻ പാർത്തലത്തിൻ ദുരിതം സാത്താന്റെ ധിക്കാരത്തെ നീക്കുവാനായി പ്രിയ സാത്താന്റെ ധിക്കാരത്തെ നീക്കുവാനായി പ്രിയ താമസം എന്താകോ വന്നിടാനേശു താമസം എന്താകോ താമസം എന്താകോ വന്നിടാനേശു താമസം എന്താകോ നമ്മുടെ കരമുയർത്തി ഒരിക്കൽ കൂടി ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. ഈ നല്ല രാത്രി സമയത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രിയിലെ ഈ കൺവെൻഷന്റെ അധ്യക്ഷനായിട്ടിരിക്കുന്ന ആദരണീയ കർത്തൃദാസൻ, ഇവിടുത്തെ കപ്പാട് സഭയുടെ ശുശ്രൂഷ ചെയ്യുന്ന എൻ്റെ സ്നേഹിതനും കൂടിയാകുന്ന സജി പാസ്റ്റർ കുടുംബം, ഈ സ്ഥലം സഭയിൽ കൂടി വന്ന് ആരാധിക്കുന്ന മാന്യ ദൈവമക്കൾ, ഇന്ത്യ ദൈവസഭ ഈരാറ്റുപേട്ട സെന്ററിലുള്ളതായ ദൈവമക്കൾ, ദൈവ കുഞ്ഞുങ്ങൾ, കർത്തൃദാസന്മാർ, വിശേഷിച്ച് പ്രിയ ഷായിച്ചൻ എല്ലാം മാറിയിരിക്കുന്നു. സെന്ററുമായിട്ട് ഉണക്കൊന്നുണ്ട്.
ബഹുമാന്യ കർത്തൃദാസൻ, വേദിയിലും സദസ്സിലുമായിരിക്കുന്ന ദൈവദാസന്മാർ, ദൈവമക്കൾ, ഈ ദിവസങ്ങളിൽ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഗാന ശുശ്രൂഷ ചെയ്യുന്ന എൻ്റെ സ്നേഹിതനാകുന്ന അദ്ദേഹം കൗന്നലത്ത് ഇരിക്കുന്ന സമയത്ത് പല പ്രാവശ്യം ഞങ്ങൾക്ക് ഒന്നിച്ചു കൂടുവാനും ആരാധിപ്പാനും ഇടയായിട്ടുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്താണ്. അവിടെയും പോയി ശുശ്രൂഷിപ്പാൻ, താൻ നടത്തിയ കൺവെൻഷനിൽ ശുശ്രൂഷിപ്പാനിടയായി. അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള മാന്യ സഹോദരന്മാർ, മൈക്കും നമ്മുടെയാണോ? അപ്പൊ പിന്നെ ഒന്നിച്ച് മതി. എൻ്റെ കൂടെ വന്നിരിക്കുന്ന ബഹുമാന്യ കർത്തൃദാസന്മാർ, ഷെട്ടിച്ച് ശുഭോദര അവർകൾ, മാന്യ സഹോദരന്മാർ ജെയ്സൺ, സൂബിന്, ഷിജു, ഷാന്, പ്രിയപ്പെട്ടവർ, ഈ ശബ്ദപരിധിയിൽ അടുത്തുമൊക്കെ ഇരുന്ന് ശ്രദ്ധിക്കുന്ന ബഹുമാന്യരായ പ്രിയപ്പെട്ടവർ, ഇവിടെ വ്യാപാരം ചെയ്യുന്നവർ, വാഹനം ഓടിക്കുന്നവർ, ഇതിനടുത്ത ഭവനങ്ങളിലും സ്ഥലത്തും ഇരുന്ന് ഈ യോഗം ശ്രദ്ധിക്കുന്ന, ഇതിനു വേണ്ടി സഹകരിക്കുന്ന പ്രിയപ്പെട്ടവർ എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഈ സന്ധ്യയിൽ വന്ദനം. കോവിഡിന് മുമ്പ് ഇവിടെ ഒരു യോഗത്തിന് വന്ന് ശുശ്രൂഷിച്ചു. വീണ്ടും ഇങ്ങനെ ഒരവസരം ദൈവത്താൽ ഒരുക്കപ്പെട്ടതോർത്ത് ദൈവത്തിന് മഹത്വം. എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ രാത്രികളിൽ ശക്തരായ ദൈവത്തിന്റെ അഭിഷിക്തന്മാർ ഇവിടെ വന്ന് ശുശ്രൂഷിപ്പാൻ ദൈവം കൃപ ചെയ്തു. അവരിൽ കൂടി ചെയ്ത ആത്മീക ശുശ്രൂഷകൾക്കായിട്ട് ദൈവത്തിന്റെ മഹത്വം. അവരെയും ശുശ്രൂഷകളെയും കർത്താവ് വീണ്ടും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനത്തിന് അടിസ്ഥാനപ്പെട്ട് നമുക്ക് ചില കാര്യങ്ങൾ ശാന്തമായിട്ട് ചിന്തിക്കണം. കർത്താവിന്റെ മഹത്വം. അതിന് വളരെ പരിചിതമായ വേദശകലമാണ് ഈ രാത്രിയിലെ ചിന്തയ്ക്ക് ആധാരമായിട്ട് വായിച്ചത്. മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിന്റെ 16 മുതൽ 20 വരെയുള്ളതായ തിരുവെഴുത്തുകളാണ് ഇന്ന് രാത്രിയിലെ ചിന്തയ്ക്ക് ആധാരമായിട്ട് വായിച്ചത്. 20ാമത്തെ വാക്യം എടുത്ത് ഒന്ന് വായിച്ച് സഹായിക്കണം. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവി. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്നരുളി ചെയ്തു. ആമേൻ. ഇന്ന് രാത്രി നാം ശാന്തമായിട്ട് ചിന്തിക്കാൻ പോകുന്ന ഒരു ചെറിയ ചിന്താ വിഷയം, എല്ലാ നാളും നമ്മോട് കൂടെ ഇരിക്കുന്ന ദൈവം. അതാണ് ഇന്ന് രാത്രിയിലെ വിഷയം. കൂടെ ഇരിക്കുന്ന ദൈവം. സ്തോത്രം. ഇന്ന് രാത്രി ആരെല്ലാം ഉപേക്ഷിച്ചാലും നമ്മെ തള്ളിക്കളഞ്ഞാലും ദൈവം നമ്മുടെ കൂടെ ഇരിക്കും. അതനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം കരയറ്റും. മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിന്റെ 16 മുതൽ 20 വരെയുള്ള തിരുവെഴുത്താണ്. എന്താണ് സുവിശേഷം? അത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇവിടെ നന്നായിട്ട് സവിസ്തരം അവരെ വിവരിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. എങ്കിലും സുവിശേഷ യോഗമായതുകൊണ്ട് സൂചന തന്ന് പോകണമല്ലോ. സുവിശേഷം എന്ന് പറഞ്ഞാൽ മതം മാറ്റുകയല്ല, ആൾക്കാരെ കൂട്ടുന്ന മാർഗമല്ല, തത്വസംഹിതകൾ വിവരിക്കുന്ന കാര്യമല്ല, പ്രത്യേക ശാസ്ത്രങ്ങൾ വിവരിക്കുന്ന സമയമല്ല, ബഹളവും ഒച്ചപ്പാടും ആളും തെള്ളും, പിള്ളേരുടെ ഭാഷ പറഞ്ഞ ഓളം, അതല്ല സുവിശേഷം. 10,000 വാട്സ് ഉള്ള മൈക്ക് സെറ്റ് കൊണ്ടുവന്നിറക്കി ഈ ശബ്ദം ഉണ്ടാക്കുന്നതല്ല സുവിശേഷം. വെറുതെ നിൽക്കുന്ന ആൾക്കാരെ എല്ലാം തെള്ളി തറയിലിടുന്നതല്ല സുവിശേഷം. ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കുന്നതല്ല സുവിശേഷം. മതം മാറ്റുന്നതുമല്ല. സുവിശേഷം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയാണ്. അത് മറ്റാരുമല്ല, കർത്താവായ യേശു ക്രിസ്തു. മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് സ്വർഗമഹിമകൾ വെടിഞ്ഞ് ഇഹലോകത്തിലേക്ക് ഇറങ്ങി വന്ന നസറായനായ യേശു ക്രിസ്തു. അതാണ് സുവിശേഷം. വേദപുസ്തകം വായിക്കുന്ന പഠിക്കുന്നവർക്ക് വാക്യങ്ങളൊക്കെ തിട്ടമാണെന്നറിയാം. പൗലോസ് പറഞ്ഞൊരു പദമുണ്ട്,
ദാവീദിന്റെ സന്തതിയായി ജനിച്ചു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്ത യേശു ക്രിസ്തു ഓർത്തുകൊള്ളുക. അതാകുന്ന ഞങ്ങളുടെ സുവിശേഷം. സുവിശേഷത്തെ നശിപ്പിച്ച് കളയുവാൻ കച്ച കെട്ടി ഇറങ്ങിയ മിടുക്കന്മാര് പലരുമുണ്ട്. ഒറ്റവാക്കി പറഞ്ഞ ഭാഗപ്പെട കച്ച അഴിഞ്ഞതല്ലാതെ സുവിശേഷത്തിന് ഒരു കോട്ടവും വന്നിട്ടില്ല. ഇപ്പോൾ മാധ്യമങ്ങൾ, ദൃശ്യമാധ്യമങ്ങളിലും മറ്റ് മാധ്യമങ്ങളിൽ കൂടിയല്ല ഈ സുവിശേഷത്തെ അവഹേളിക്കുന്ന, അതിന് ക്ഷീണം വരുത്തുമെന്ന് തോന്നുന്ന വിധത്തിലുള്ള പല പ്രവൃത്തികളും ചെയ്വനുകളുമുണ്ട്. അതൊന്നും സുവിശേഷത്തിനെ ബാധിക്കുകയല്ല. അതൊരു സൈഡിൽ കൂടെ പോകും, ഇത് അതിന്റെ നേരെ അങ്ങ് പോകും. ഇനി നിങ്ങൾ ഈ കേൾക്കുന്നവരെല്ലാം പിന്മാറിപ്പോയാലും സുവിശേഷത്തിനൊരു കുഴപ്പവും വരികയില്ല. കേരളത്തിലുള്ള ക്രിസ്ത്യാനികള് അല്ലെങ്കിൽ ഈ വേദപുസ്തകം വിശ്വസിക്കുന്നവര് മൊത്തം ചത്തുപോയാലും സുവിശേഷത്തിന് കുഴപ്പമൊന്നും വരികയില്ല. ഇന്ത്യയിലുള്ള ഈ ക്രിസ്തു മാർഗക്കാർ മുഴുവൻ ഇനി ഞങ്ങൾ ചുട്ട് കത്തിക്കുകയാന്ന് വിചാരിക്കുക, സുവിശേഷത്തിന് കുഴപ്പമൊന്നും വരികയില്ല. അതിനെ എല്ലാവരും ഒരു പരുവക്കേടിയിരിക്കുന്നത്. ഈരിപ്പാന്ന് മിക്കാറും കത്തിക്കാൻ സാധ്യതയുണ്ട്. ജയിക്കുമേ സുവിശേഷം, ലോകം ജയിക്കുമേ, പേയുടെ ശക്തികൾ നശിക്കുമേ, സകല ലോകരും യേശുവിൻ നാമത്തിൽ വണങ്ങുമേ, തല കുനിക്കുമേ, അതു ബഹു സന്തോഷമേ. പിടിക്കണം പേയിൻ കോട്ട നാം പിടിക്കണം, ജാതി ഭേദങ്ങൾ മുടിക്കണം, സ്നേഹത്തിൻ കൊടി പിടിക്കണം, യേശുരാജന്റെ സുവിശേഷ കൊടി ഘോഷത്തോടുയർത്തിയിടണം. നാം ജയിക്കുമേ സുവിശേഷം, ലോകം ജയിക്കുമേ, പേയുടെ ശക്തികൾ നശിക്കുമേ, സകല ലോകരും യേശുവിൻ നാമത്തിൽ വണങ്ങുമേ, തല കുനിക്കുമേ, അതു ബഹു സന്തോഷമേ. അപ്പൊ ശ്രദ്ധിക്കുക, സുവിശേഷത്തിന് ഒരു കുഴപ്പവും വന്നിട്ടില്ല, വരികയില്ല. ഇത് പാടെ തകർത്ത് കളയുവാൻ പരിശ്രമിച്ച മിടുക്കന്മാര് പലരും ഉണ്ട്. മിടുക്കന്മാര് പരാജയപ്പെട്ടതല്ലാതെ സുവിശേഷത്തിന് ഒരു കോട്ടവും വന്നിട്ടില്ല. ചരിത്രം പഠിക്കുന്നവർക്കറിയാം. ഒറ്റ വാക്കി പറഞ്ഞാൽ അത് ഇന്ന് വന്നിട്ട് ബെന്നിക്കൊടി പറപ്പിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളെല്ലാരും പിന്മാറിപ്പോയാലും സുവിശേഷത്തിന്റെ കുഴപ്പവും വരികയല്ല. ആ സുവിശേഷം കർത്താവാകുന്ന യേശു ക്രിസ്തുവാണ്. അന്നേരം ചിലരിപ്പോ പറയും നിങ്ങളുടെ കൂടെ വന്ന പുള്ളിയാന്നല്ല, ഇപ്പൊ ഞങ്ങളുടെ കൂടെ വന്നല്ല. അങ്ങനെ ഇനി ഇതിനകത്തിരിക്കുന്ന പലരും വരാനുണ്ട്. സുവിശേഷത്തിന് കുഴപ്പം വല്ലതും വരും. നിങ്ങളുടെ കൂടെ ആയിരുന്നില്ല പുള്ളി, ഞങ്ങളുടെ കൂടെ അങ്ങനെ പലരും ഉണ്ടായിരുന്നു. ഒരു കുറച്ച് പേര് പോയി, ഇനിയും കുറച്ച് പേര് പോകാൻ ഇതിനകത്തിരിപ്പുണ്ട്. നോട്ടം ഇരിപ്പം കണ്ടു നോക്കിയാറും ഈ കൺവെൻഷൻ കഴിയുമ്പോൾ പോകാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നേരത്തെ പോകുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. സുവിശേഷത്തിന് ഒരു കുഴപ്പവും വരിക. സ്തോത്രം. സുവിശേഷം വന്നതാണല്ലോ സ്ഥിതിക്ക് മാറ്റമുണ്ടായത്, ഇല്ലേ? എല്ലാ ഇടങ്ങളിലും പറയുന്ന കാര്യം, ഒന്ന് രണ്ട് കാര്യം വീണ്ടും ഒന്ന് ആവർത്തിക്കുക. കാരണം സുവിശേഷ യോഗമായതുകൊണ്ടാണ്. എന്നോട് ബന്ധപ്പെട്ട് പറയാം, എന്റെ വല്യപ്പന്റെ അപ്പന്, അങ്ങനെ അങ്ങ് ചിന്തിച്ചു, എന്റെ വല്യപ്പന്റെ അപ്പന് പണ്ട് മെയിൻ റോഡിൽ കൂടെ നടക്കാനൊക്കത്തില്ലായിരുന്നു.
കേരളത്തിൽ. സ്തോത്രം. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടായിരിക്കും. എന്താ? അയിത്തമുള്ള കാലമായിരുന്നു. പട്ടിക്ക് വഴിയെ കൂടെ നടക്കാം, മനുഷ്യന് നടക്കാൻ മേല. അപ്പൊ അന്ന് പട്ടി ഊടുപാട് കടിക്കുക എല്ലാത്തിനും. മനുഷ്യനെ തല്ലിക്കൊന്നാൽ ആരും ചോദിക്കുകയില്ല, പട്ടിയെ തല്ലിക്കൊന്നാൽ അന്നേരം കേസാ. തടിയുള്ള എല്ലാരും കടിയുള്ളല്ല ഇപ്പൊ എന്നെ. അപ്പൊ ഒരു കാലത്ത് പട്ടിക്ക് വഴിയിൽ കൂടി നടക്കാം, യഥേഷ്ടം വിഹരിക്കാം, മനുഷ്യന് നടക്കാൻ മേല. മേലാളന്മാര് വരുമ്പോൾ റോഡിൽ കൂടെ ഒന്നും നടക്കാൻ ഒക്കുകയില്ല, ശബ്ദമൊക്കെ ഉണ്ടാകും. ഹോയ് ഹോയ്. ഇവിടെ വന്ന് എടുത്ത് തോട്ടിച്ചാടുകയോ വെട്ടുകൊടിക്കകത്ത് വീഴുകയൊക്കെ ചെയ്തോണം. കുട്ടനാട് സൈഡാന്നെ പോളക്കകത്ത് ചാടും തോട്ടില്. അവരെല്ലാം പോയി കഴിയുമ്പോഴേ പതുക്കെ എല്ലാം നടക്കാനും ഒക്കെ ഒക്കുള്ളൂ. ഇതുപോലെ വെള്ള വസ്ത്രം ധരിക്കാനൊക്കത്തില്ല. അത് ചെളി വരട്ടിയച്ച് കരി തേച്ചേ ധരിക്കാൻ പറ്റുള്ളൂ. വെള്ള വസ്ത്രമൊക്കെ അവർക്ക് വലിയ പുള്ളിക്കാണ്. പള്ളിക്കൂടത്ത് കയറ്റുകയല്ല. സ്തോത്രം. ഓരോ ജാതിക്കും ഇത്ര അടി അകലം വെച്ചിരിക്കുക. വെച്ചിരിക്കുന്ന അടി അതിക്രമിച്ചാൽ വേറെ അടി, അതിന് വേറെ ആളുണ്ട്. അങ്ങനത്തെ കാലമായിരുന്നു. തമ്പുരാക്കന്മാരെ എല്ലാം ചുമന്നുകൊണ്ട് നടക്കണം. പല്ലക്ക്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? കുട്ടനാട് സൈഡിലൊക്കെ ഇവിടെയും അത് വ്യത്യാസമൊന്നുമില്ല. ജോലി ചെയ്താൽ കൂലി കൊടുക്കത്തില്ല. കൂലി ചോദിച്ച് തമ്പുരാക്കന്മാരുടെ മുറ്റത്തൊന്നും ചെല്ലാനൊക്കത്തില്ല. ഭക്ഷണം ഒന്നിച്ച് കഴിക്കത്തില്ല, കൊടുക്കുകയല്ല. തീണ്ടലും തൊടിയിലും ഉള്ള കാലമാണ്. മുറ്റത്ത് കുഴി കൊടിച്ച് ആ കുഴിക്കകത്ത് ഇല കോട്ടി വെച്ച് അതിനകത്തൊക്കെയാ കൊടുക്കുന്നത്. അടുക്കാനൊക്കുകയല്ല. അയിത്തം. അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. സംസ്കൃതം മിണ്ടാനൊക്കത്തില്ല. അതൊക്കെ അവര് പറഞ്ഞോളും. ഒക്കെ കേൾക്കുക പോലും, പാത്ത് നിന്ന് പോലും കേൾക്കരുത്. കേട്ടാ ചെവിക്കകത്ത് തീയം ഉരുക്കി ഒഴിക്കും. അങ്ങനത്തെ ഒരു കാലമുണ്ടായി. ഇവരെ ചുമന്നുകൊണ്ട്, ഇതുങ്ങളെ ചുമന്നുകൊണ്ട് നടക്കണം. അതും എല്ലാവർക്കും ഒന്നും ചുമക്കാനൊക്കത്തില്ല. അതിന് പ്രത്യേക ആൾക്കാര്. ജോലി ചെയ്താൽ കൂലി കൊടുക്കത്തില്ല. പണ്ട് ഒരു പാട്ടിന്റെ വരിയുണ്ട്, മിക്കപ്പോഴും പാടുന്നതാ. ജോലി ചെയ്തു വിയർപ്പൊഴുക്കി കൂലി ചോദിച്ചാൽ ഉടനെ പോകണമെന്നോതുവതും ശരിയോ തെറ്റോ. ജോലി ചെയ്തു വിയർപ്പൊഴുക്കി കൂലി ചോദിച്ചാൽ ഉടനെ പോകണമെന്നോതുവതും ശരിയോ തെറ്റോ. ഇതു ശരിയോ തെറ്റോ. അപ്പൊ ശ്രദ്ധിക്കുക, ഇങ്ങനത്തെ ഒരു വല്ലാത്ത സ്ഥിതിവിശേഷമായിരുന്നു. പള്ളിക്കൂടത്ത് കയറ്റുകയല്ല. പണ്ട് രണ്ട് പിള്ളേരെ പള്ളിക്കൂടത്ത് കയറ്റപ്പം ആ പള്ളിക്കൂടത്ത് കയറ്റിയെന്ന് പറഞ്ഞ പള്ളിക്കൂടത്തിന് തീ വെച്ച് കളഞ്ഞു. ഒന്ന് അങ്ങ് തിരുവനന്തപുരത്താ, വെങ്ങാനൂര്. ഒരു പെങ്കച്ചനെ കൊണ്ട് സ്കൂളിൽ അക്ഷരം പഠിപ്പിക്കാൻ എത്തിയ. അന്നേരം തമ്പുരാക്കന്മാര് പള്ളിക്കൂടം അങ്ങ് തീ വെച്ചു. വിധങ്ങളെയൊന്നും പഠിപ്പിക്കണ്ട. ആ പെൺകുട്ടിയുടെ പേര് പഞ്ചമി. എന്ന് പറഞ്ഞാൽ മനസ്സിലാകുകയല്ല. ഇരിപ്പ് കണ്ടില്ലേ? മുഖത്ത് പോലൊരു ഭാവത്തി. ആ തീ വെക്കുക, കത്തിക്കുക. നമുക്ക് ഇന്ന് രാത്രി ഒരു വിടുതലുണ്ടാകണം. ഇന്ന് വിടുതലുണ്ടാകുന്നില്ല. നീ ഇത് മര്യാദ കേട്ടു പോകും. ഉമ്മ ഇരുന്ന് കാര്യം ചെയ്യാൻ തുള്ളിയ. അപ്പൊ ഈ പെൺകുട്ടിയെ സ്കൂളിൽ കൊണ്ടിരുത്തി അന്നത്തെ തമ്പുരാക്കന്മാര് സ്കൂളിന് തീ വെച്ചു. മധ്യ തിരുവിതാംകൂറിൽ പുല്ലാട് ലഹള. അതിനോട് ബന്ധപ്പെട്ട് അവിടെ ഒരു പയ്യനെ സ്കൂളിൽ കൊണ്ട് ചേർത്തു. പുല്ലാട്ട്. ഇവിടെ കുമ്പനാടിനപ്പുറം പുല്ലാട്. അന്നും ആ പള്ളിക്കൂടത്തിന് തീ വെച്ചു. ആ പയ്യന്റെ പേര് തേവൻ എന്നാ. ടി തേവൻ. പയ്യൻ മിടുക്കനായിരുന്നു. അദ്ദേഹം പിന്നെ നന്നായിട്ട് പഠിച്ചു, മിടുമിടുക്കനായി. ശാസ്ത്രി പട്ടമൊക്കെ ലഭിച്ചു. അദ്ദേഹത്തിന്റെ പിൽക്കാലത്തെ പേരാണ് കേശവശാസ്ത്രി.
ഇത് ചരിത്രം പഠിച്ചിട്ടുള്ളവർക്കും അത് മനസ്സിലാക്കിയിട്ടവർക്ക് ബോധ്യപ്പെടും. ഞാൻ ദൃഷ്ടാന്തമായിട്ട് ചില കാര്യങ്ങൾ സൂചിപ്പിച്ചതാ. ഇങ്ങനെ ആയിരുന്നു ഇവിടുത്തെ സ്ഥിതി. തമ്പുരാക്കന്മാർക്ക് വേണ്ടി പാടത്ത് പണിയെടുക്കണം, രാവിലെ മുതല് ഇരുട്ടുന്നത് വരെ. കുട്ടനാട് സൈഡാന്നെ 1 കൂലിയാൻ 2 കൂലിയാൻ നെല്ല കൊടുക്കുന്നത്. അത് സന്ധ്യ കഴിയും കിട്ടുമ്പോ അത് വീട്ടിൽ കൊണ്ടുവരുമ്പോ തന്നെ ഇരുട്ടു. അത് പിന്നെ പഴയ അമ്മമാര് പറഞ്ഞു കണ്ടു, വറുത്ത് കുത്തുക. രാത്രിയിൽ വലിയ ഓട്ടുപറ വറക്കും, നെല്ലേ ഓട്ടുപറ വറുത്ത് രാത്രി അത് കുത്തി പാറ്റി പറുക്കി കഞ്ഞിയൊക്കെ വെച്ച് കഴിയുമ്പം പാതിരാത്രിയാകും. അപ്പം ചെറിയ കുഞ്ഞുങ്ങളെല്ലാം കിടന്നുറങ്ങും. പിന്നെ തല്ലി എഴുന്നേപ്പിച്ച് ചില കഞ്ഞിവെള്ളവും കഞ്ഞിയൊക്കെ കൊടുത്ത് അങ്ങനെ വളർത്തിയത്. അങ്ങനത്തെ കാലമായിരുന്നു. മനസ്സിലാകുന്നുണ്ടോ? പിന്നെ അതിരാവിലെ എഴുന്നേറ്റ് തമ്പുരാക്കന്മാർക്ക് പണിയാൻ പോണം. അവരെ തോളെ ചുമ്മിക്കൊണ്ട് അതെല്ലാം ഇങ്ങനെ കിടക്കുകയല്ലോ, അതിനെല്ലാം ചുമ്മിക്കൊണ്ട്. പാട്ടൊക്കെ എനിക്ക് വരുന്നുണ്ട്, ഞാൻ പിന്നെ അങ്ങ് അടങ്ങുക. 2-3 ദിവസമായിട്ട് കഫത്തിന്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, അതിന്റെ പ്രയാസമുണ്ട്. പണ്ട് നാടുവാഴി തമ്പുരാക്കൾക്കായി നമ്മൾ തണ്ടുവലിച്ച് മണി മഞ്ചം ചുമന്ന്. പാട്ടുകാർ പണ്ട് പാടിയ പാട്ടാണ്. പണ്ട് നാടുവാഴി തമ്പുരാക്കൾക്കായി നമ്മൾ തണ്ടുവലിച്ച് മണി മഞ്ചം ചുമന്ന്. പണ്ട് നാടുവാഴി തമ്പുരാക്കൾക്കായി നമ്മൾ തണ്ടുവലിച്ച് മണ്ണ് മഞ്ച ചുമന്നു. പെറ്റമണ്ണിൽ പണിയെടുത്തു ചത്തൊടുങ്ങിയ തലമുറകൾ അസ്ഥികൾ തോറും പൂത്ത പൂക്കളല്ലോ നാം. പെറ്റമണ്ണിൽ പണിയെടുത്തു ചത്തൊടുങ്ങിയ തലമുറകൾ അസ്ഥികൾ തോറും പൂത്ത പൂക്കളല്ലോ നാം. അപ്പൊ ശ്രദ്ധിക്കുക, ഇങ്ങനത്തെ ഞാൻ അങ്ങനെ പാടി പ്രസംഗിച്ചാൽ ആ റൂട്ടിലൊക്കെ പോകും. പോയി കഴിയുമ്പോൾ നിങ്ങൾ പറയും, ഓ മത്തായി സുവിശേഷത്തിൽ നിന്ന് വായിച്ചെങ്കിലും പുള്ളി വേറെ ഏതാണ്ടെല്ലാം പറഞ്ഞേച്ചാ പോയത്. ഇതെല്ലാം കൂടെ കണക്കിലെടുക്കണം. അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും പറയും, ഇരിപ്പ് കാണുമ്പോൾ എനിക്കറിയാം. അപ്പൊ അതുകൊണ്ട് എടുത്ത വാക്യത്തോടും കൂട് പുലർത്തി വരണമല്ലോ. എന്തായാലും കൊള്ളാം, ഇങ്ങനത്തെ വല്ലാത്തൊരു കാലമായിരുന്നു കേരളത്തിൽ, ഇന്ത്യയിലും ഇതൊക്കെ മൊത്തം സ്ഥലങ്ങളിൽ. അപ്പൊ ഇതിനെ മാറ്റം വരുത്തിയത് തീർത്ത് പറയട്ടെ സുവിശേഷം വന്നതുകൊണ്ടാണ്. അതിന് അങ്ങനൊന്നും അല്ല ഹല്ലേലൂയ പറയണ്ടേ. ഏമ്പക്കം വിടുമ്പോൾ അന്ന് ഹല്ലേലൂയ പറയാൻ. ഇതിനെല്ലാം മാറ്റം വന്നത് സുവിശേഷം എത്തിയത് കൊണ്ടാണ്. 2 അക്ഷരം കൂട്ടി വായിക്കാൻ എനിക്കും നിങ്ങൾക്കും ഇടവരുത്തിയത് സുവിശേഷം വന്നത് കൊണ്ടാണ്. ബെഞ്ചമിൻ ബെയ്ലിയൊക്കെ നാട്ടിൽ വന്ന് മലയാള ഭാഷ പഠിച്ച് അച്ചുകൂടെ ഉണ്ടാക്കി ഈ വേദപുസ്തകം നമ്മുടെ കയ്യിൽ തരാൻ വേണ്ടിയാണ്. സ്തോത്രം. ഇത് വായിച്ചാലേ വിവരം ഉണ്ടാവുള്ളൂ. വേറെ ചില പുസ്തകം വായിച്ചാൽ ഇതന്നെ അന്ന് പോലും നമുക്ക് പിടികിട്ടുകയില്ല. അത് അവർക്ക് കുറച്ച് ആൾക്കാർക്ക് പിടികിട്ടും. അവർ സന്ധ്യാകുമ്പോൾ ചില സ്ഥലത്ത് കൂടി അങ്ങോട്ട് കൊണ്ട് നോക്കി ഇതെല്ലാം പറയും. ബാക്കിയുള്ളവർ അങ്ങോട്ട് കയറാനേ നോക്കുകയല്ല. വേറെ ആർക്ക് ഇത് മനസ്സിലായ പ്രശ്നം അത് അവർ മനസ്സിലാക്കിക്കത്തില്ല. എന്നാൽ ധന്യനായ മനുഷ്യനിവിടെ വന്ന് നമുക്ക് വിവരവും ബോധവും ഉണ്ടാകാൻ വേണ്ടി അച്ചുകൂടം ഉണ്ടാക്കി എല്ലാം ക്രമപ്പെടുത്തി ഈ പുസ്തകം അച്ചടിച്ച് സത്യവേദ പുസ്തകം നമ്മുടെ പിതാക്കന്മാരുടെ കയ്യിൽ തന്നു. അവിത്തങ്ങളത് വായിച്ചപ്പം എൻ്റെ ഭാഷയെ പറഞ്ഞ വെളിവുണ്ടായി. മനസ്സിലായോ? അങ്ങനെ അക്ഷരം പഠിക്കാനിടയായത്. സ്തോത്രം. നേരും ചൊവ്വനും തുണി ഉടുക്കാൻ പഠിപ്പിച്ചത് ഈ മാർഗം വന്നതുകൊണ്ടാണ്. മനസ്സിലായോ? ഒത്തിരി കാര്യങ്ങളുണ്ട്, ആ ഭാഗത്തേക്ക് ഇന്ന് പോകുന്നില്ല. സുവിശേഷമായി ഇതിനെല്ലാം മാറ്റം വരുത്തുക.
അതുകൊണ്ട് എവിടെയും പറയുവാനും ഉയർത്തുവാനും ഘോഷിപ്പാനും പറ്റിയ ഒന്നേ ഉള്ളൂ, അത് സത്യസുവിശേഷം. ഏത് സ്ഥലത്തും ആരോടും ഉച്ചസ്ഥലം മുഖത്ത് നോക്കി പറയാം, യേശു നിന്നെ രക്ഷിക്കും, യേശു ക്രിസ്തു നിന്നെ വിടിവിക്കും, യേശു ക്രിസ്തു നിനക്ക് സമാധാനം നൽകും, യേശു ക്രിസ്തുവിനാൽ നീ അനുഗ്രഹിക്കപ്പെടും. അത് സധൈര്യം ആരോടും പറഞ്ഞോണം, ഒന്നും ശങ്കിക്കണ്ട. ഉയർത്താൻ കൊള്ളാവുന്ന ഒരേ ഒരു നാമം നസറയനാകുന്ന യേശുവിന്റെ നാമം. നരഭോജികളെ നരസ്നേഹികളാം ഉത്തമ സോദരരാകും. നരഭോജികളെ നരസ്നേഹികളാം ഉത്തമ സോദരരാകും. വിമല മനോഹര സുവിശേഷം ഹാ മംഗള ജയ ജയ സന്ദേശം. വിമല മനോഹര സുവിശേഷം ഹാ മംഗള ജയ ജയ സന്ദേശം. എങ്ങും പുകഴ്ത്തുവിൻ സുവിശേഷം ഹാ മംഗള ജയ ജയ സന്ദേശം. എങ്ങും പുകഴ്ത്തുവിൻ സുവിശേഷം ഹാ മംഗള ജയ ജയ സന്ദേശം. കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുക്ക. എല്ലാ ഇടങ്ങളിലും ഉയർത്തുവാൻ കൊള്ളാവുന്നതാണ് സുവിശേഷം. സുവിശേഷം എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു ഒരു വിഭാഗത്തിന്റെ ആളല്ല. യേശു ക്രിസ്തു മുഴു ലോകത്തിന്റെയും ദൈവമാണ്. ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവരുടെ മാത്രം ദൈവമല്ല, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ഒരു പ്രത്യേക സഭക്കാരുടെ ആളല്ല യേശു. യേശു മുഴു ലോകത്തിന്റെ ദൈവമാണ്. ഏത് മതത്തിലും കുലത്തിലും കുടുംബത്തിലും നിറത്തിലും നിലവാരത്തിൽപ്പെട്ടവർക്കും യേശുക്രിസ്തുവിനെ ആരാധിക്കാം, അംഗീകരിക്കാം, അനുഗമിക്കാം, അനുധാവനം ചെയ്യാം. ആമേൻ. കർത്താവിനെ ആമേൻ സേവിക്കാം, സ്നേഹിക്കാം. യേശുക്രിസ്തു മുഴു ലോകത്തിന്റെ ദൈവമാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി നമുക്കും ഇങ്ങനെ ഒന്നിച്ച് സമ്മേളിപ്പാൻ ഇടയായി തീർന്നു. സ്തോത്രം. ആ സുവിശേഷത്തിന്റെ ഒരു പുസ്തകമായ മത്തായി എഴുതിയ സുവിശേഷത്തിന്റെ 28-ാം അധ്യായത്തിന്റെ 16 മുതൽ 20 വരെയുള്ള തിരുവെടുത്താണ് ഇന്ന് രാത്രിയിലെ ചിന്തയ്ക്ക് അടിസ്ഥാനമായിട്ട് വായിച്ചത്. നാം പ്രാരംഭത്തിൽ 4 സുവിശേഷങ്ങളാണ് വായിക്കുന്നത്. 1 മത്തായി എഴുതിയ സുവിശേഷം, 2 മർക്കോസ് എഴുതിയ സുവിശേഷം, 3 ലൂക്കോസ് എഴുതിയത്, 4 യോഹന്നാൻ എഴുതിയ സുവിശേഷം. അപ്പൊ ചിലർക്ക് ചിന്ത വരും, 4 സുവിശേഷം ഉണ്ടോ? ഇല്ല, ഒറ്റ സുവിശേഷം ഉള്ളൂ. 4 പേരും 4 നിലയിൽ ആ സുവിശേഷത്തെ ചിത്രീകരിച്ച് തന്നിരിക്കുക. യേശുക്രിസ്തു രാജാതി രാജാവാണ്. യേശുക്രിസ്തു സമ്പൂർണ്ണ മനുഷ്യനാണ്. യേശുക്രിസ്തു ദാസരൂപമെടുത്ത മഹത് വ്യക്തിയാണ്. യേശുക്രിസ്തു ഏക നിത്യ സത്യ ദൈവമാണ്. മത്തായി ക്രിസ്തുവിന്റെ രാജത്വവും, മർക്കോസ് യേശുക്രിസ്തുവിന്റെ ദാസ്യത്വവും, ലൂക്കോസ് ക്രിസ്തുയേശുവിന്റെ മനുഷ്യത്വവും, യോഹന്നാൻ യേശുക്രിസ്തുവിന്റെ ദൈവത്വം തെളിയിച്ചിരിക്കുക. ഈ മത്തായി സുവിശേഷം എഴുതിയിരിക്കുന്നത് കൂടുതലും യഹൂദന്മാരെ ഉദ്ദേശിച്ച, യഹൂദന്മാരെ ഉന്നം വെച്ചതാ നല്ലത്. യഹൂദന്മാരെ ഉന്നം വെച്ച്, അങ്ങനെ ഇന്നും ചിലരെ ഉന്നം വെച്ച് വേല ചെയ്യുന്നവരുണ്ട്. പറയത്തില്ല, നമുക്ക് ഈ ഏരിയയിൽ പോകാം, അത് നമ്മുടെ ആൾക്കാരാ, സഭയിൽ അവർ വരുന്നതായിരിക്കും, കുറച്ചുകൂടെ മിണ്ടുന്നില്ല. ഒന്നും അറിയാൻ മേല, അല്ല വിളവന്മാരാ, എന്നിട്ടൊന്നും അറിയാൻ മേല. അത് അമ്മമ്മേ നമുക്ക് ഈ ഏരിയയിൽ പോകാം, അത് നമ്മുടെ ആൾക്കാരാ, അപ്പം വരിക. അവര് ഒന്നും അറിയാൻ മേല, അങ്ങനെ ഉന്നം വെക്കുന്ന ആൾക്കാർ. അപ്പൊ ഈ മത്തായി യഹൂദന്മാരെ ഉന്നം ഇട്ടത്തിരിക്കുന്നു. അപ്പോൾ മത്തായി ഈ യഹൂദന്മാരെ ഉന്നം വെച്ച ഈ എഴുത്തെഴുതിയിരിക്കുന്നത്. യഹൂദന്മാരെ അടയാളം ചോദിക്കുന്നവരാ. അപ്പൊ ധാരാളം അടയാളങ്ങൾ ആ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്.
ഇനി മത്തായിയുടെ സുവിശേഷത്തിന്റെ ഒരു വിശേഷത, 1-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ, എല്ലാ ഭാഗവും എടുക്കുന്നില്ല, 1-ാം അധ്യായത്തിൽ യഹൂദന്മാർക്ക് ഈ പാരമ്പര്യം വലിയ ഇഷ്ടമാണ്. പാരമ്പര്യം, അപ്പച്ചന്റെ പേര്, അപ്പച്ചന്റെ അപ്പച്ചന്റെ പേര്, വല്യപ്പച്ചന്റെ പേര്, വല്യപ്പച്ചന്റെ അപ്പച്ചന്റെ പേര്, പിന്നെ വന്ന് കുറവലങ്ങാട്ടിൽ നിന്ന് വന്നതാന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ സന്തോഷം. കുറവലങ്ങാട്ട് വന്നത് കൊടുങ്ങല്ലൂരാന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ സന്തോഷം. അത് ഇങ്ങനെ ഒരു ചെറിയ അരിവക്കേടുണ്ട്. അപ്പൊ മത്തായി അതുകൊണ്ട് ഈ പാരമ്പര്യം അങ്ങോട്ട് തുടങ്ങി. അപ്പൊ ഇവര് പെട്ടെന്ന് നോക്കിയാണ് നമ്മുടെ കാര്യ പറഞ്ഞ, നമ്മുടെ വല്യപ്പച്ചന്റെ കാര്യം അതാ തുടങ്ങിയ അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ വംശാവലി. യഹൂദൻ ഈ വംശാവലി കേൾക്കുന്ന ഇഷ്ടമാണ്. സ്തോത്രം. അതുകൊണ്ടല്ലേ ഇപ്പൊ എല്ലാരും ഈ മിക്കവരും കുടുംബയോഗമാണ്. പെന്തിക്കോസുകാർ ഇപ്പൊ പോകുന്നുണ്ട് കുടുംബയോഗം ഉണ്ട്. പാസ്റ്റർമാരിപ്പോ കുടുംബയോഗത്തിന്റെ പ്രസിഡന്റായിട്ട് ഇരിക്കുന്നുണ്ട്. മിണ്ടുന്നില്ല. അതിപ്പോഴാണ് വിളിക്കാൻ തുടങ്ങി. നേരത്തെ കുടുംബക്കാർക്കാർക്കും വേണ്ടായിരുന്നു, കാരണം നേരത്തെ പരുവക്കാരായിരുന്നു. ഇപ്പൊ പിള്ളേര് വിദേശത്തൊക്കെ പോയി 10 പുത്തനുണ്ടെന്ന് അവർക്കും അറിയാം. തന്നെ ഇപ്പൊ അമ്മാമ്മയാണെങ്കിലും പണ്ട് ഊരി അമ്മാമ്മ ഇപ്പൊ ഒരു ചെറിയ കമ്മലും ഒരു ചെറിയ മാലയൊക്കെ ഇട്ടിട്ടുണ്ട്. പിള്ളേര് കാശ് കൊടുത്തപ്പോ ഇപ്പൊ ചെറിയ ഇളക്കമായി ഇതുള്ളൊക്കെ. പണ്ട് ഈ കുടുംബക്കാർക്കാർക്കും വേണ്ടായിരുന്നു. ഇപ്പൊ ചെറിയ കാശും ചുറ്റുപാടുമായപ്പോ കുടുംബക്കാരുമായിട്ട് അതുകൊണ്ട് കുടുംബയോഗത്തിന് പോകുന്ന ആൾക്കാരുണ്ട്. സ്തോത്രം. ആട്ടെ, നമ്മുടെ വിഷയം അല്ലല്ലോ, എന്നാലും ചെറുതായിട്ടൊന്ന് തൊട്ടെന്നേ ഉള്ളൂ. അടുത്ത കാലത്ത് ഒരാൾ ചോദിച്ചു യോഗത്തിന് വരുമോ? അയ്യോ, ഞങ്ങളുടെ കുടുംബയോഗം നടക്കുക. അന്നേരം ആട്ടെ. അപ്പൊ ഈ അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനാകുന്ന യേശുക്രിസ്തുവിന്റെ വംശാവലി, യഹൂദന്മാർക്ക് വംശാവലി കേൾക്കുന്ന ഇഷ്ടമാണ്. എന്നിട്ട് ഞാനോട്ട് പറഞ്ഞു വരികയാണ്. വായിച്ചേ വംശാവലി. അബ്രഹാം ഇസഹാക്കിനെ ജനിപ്പിച്ചു. അബ്രഹാം ഇസഹാക്കിനെ ജനിപ്പിച്ചു. ഇസഹാക്ക് യാക്കോബിനെ ജനിപ്പിച്ചു. ഇസഹാക്ക് യാക്കോബിനെ ജനിപ്പിച്ചു. യാക്കോബ് യഹൂദയും അവന്റെ സഹോദരന്മാരെയും ജനിപ്പിച്ചു. യഹൂദ താമാറിൽ പാരസിനെയും സാരഹിനെയും ജനിപ്പിച്ചു. അപ്പൊ ഇവിടെ യേശുക്രിസ്തുവിന്റെ തിരുപ്പറവിയോട് ബന്ധപ്പെട്ട് പറഞ്ഞത് മനുഷ്യനെ ജനിപ്പിക്കുക. അതാ മത്തായി എഴുതിയിരിക്കുന്നത്. മനുഷ്യനെ ജനിപ്പിക്കുന്നു, ജനിപ്പിച്ചു. എന്നാൽ യേശുക്രിസ്തുവിന്റെ ജനനത്തോട് ബന്ധപ്പെട്ട് മനുഷ്യൻ ജനിപ്പിച്ചതല്ല, യേശു ജനിച്ചതാണ്. നമുക്കറിവുള്ള വാക്യമായെങ്കിലും 16-ാം വാക്യം വായിച്ചു. യാക്കോബ് മറിയയുടെ ഭർത്താവ് യോസഫിനെ ജനിപ്പിച്ചു. അവളിൽ നിന്ന് ക്രിസ്തു എന്ന പേരുള്ള യേശു ജനിച്ചു. അവളിൽ നിന്ന് ക്രിസ്തു എന്ന പേരുള്ള യേശു ജനിച്ചു. മറ്റുള്ളവരെല്ലാം മനുഷ്യനെ ജനിപ്പിക്കുക. എന്നാൽ ക്രിസ്തു യേശുവിന്റെ തിരുപ്പറവിയെ പറ്റി കൊടുത്തിരിക്കുന്ന പ്രയോഗം ആരും ജനിപ്പിച്ചതല്ല, അവിടുന്ന് ജനിച്ചതാ. കന്യകാസുതനായി തരയിൽ വന്നുദിച്ച ധന്യനിമാനുബലി ബന്ധാനേ. കന്യകാസുതനായി തരയിൽ വന്നുദിച്ച ധന്യനിമാനുബലി ബന്ധാനേ. ഇവനെ ക്രിസ്തുരക്ഷകൻ ഇവൻ താനേ. ഇവനെ ക്രിസ്തുരക്ഷകൻ ഇവൻ താനേ. അതിൽ പറുദീസിൽ നാദൻ വാക്കു ചൊന്ന നാരികിൻ സന്തതി ബന്ധാനേ. അതിൽ പറുദീസിൽ നാദൻ വാക്കു ചൊന്ന നാരികിൻ സന്തതി ബന്ധാനേ. ഇവനെ
രക്ഷകൻ ഇവൻ ആണേ. ഇവനെ 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 ക്രിസ്തേശു രക്ഷകൻ ഇവൻ ആണേ. അപ്പൊ ശ്രദ്ധിക്കുക, മത്തായി സുവിശേഷം 1-ാം അധ്യായത്തിൽ ജനിപ്പിച്ചു. എന്നാൽ യേശു ക്രിസ്തുവിന്റെ തിരുപ്പറവയോടുള്ള ബന്ധത്തിൽ വായിക്കുന്നത് ജനിപ്പിച്ചതല്ല, യേശു ജനിച്ചു. വചനം ജഡമായി തീർന്നു. ഈ മത്തായി സുവിശേഷത്തിൽ വേറൊരു പ്രയോഗം, അത് രണ്ടും പറഞ്ഞ ഭാഗം വിടുക. മനുഷ്യൻ ജനിച്ചു കഴിഞ്ഞ് നാളുകൾ കഴിഞ്ഞാണ് രാജാവായിട്ട് അവരോധിക്കുന്നത്, അല്ല രാജാവാകുന്നത്. എന്നാൽ യേശു ക്രിസ്തു ജനിച്ചപ്പോഴേ രാജാവായിട്ടാ ജനിച്ചത്. അതുകൊണ്ടല്ലയോ വിദ്വാൻമാര് വന്ന് ചോദിക്കുക, രാജാവായിട്ട് പിറന്നവൻ ഇവിടെല്ലാം പിറന്നു കഴിഞ്ഞ് എന്ത് പരിശ്രമിച്ച ഒരു കസേര ഉണ്ടെന്നില്ല അല്ലേ? എന്ത് സൂത്രങ്ങളും തന്ത്രങ്ങളും ഒക്കെ വെച്ച ഒരു കസേര തന്നെ ഇപ്പൊ കസേര ഇരിക്കാനും ഒക്കത്തില്ല. പെണ്ണുങ്ങളെല്ലാം രംഗത്തിറങ്ങിയിരിക്കുക, മന്ത്രിമാരും എല്ലാം പേടിച്ച. ഏതൊരു പെങ്കൊച്ച് എന്തേലും പറഞ്ഞാൽ മതി, അതവിടെ തീർന്നു. മനസ്സിലാകുന്നില്ല. എന്ത് പരിശ്രമിച്ച 5 കൊല്ലം വന്നിരിക്കണമെന്ന് ഓർത്ത് ചെല്ലുന്നു. അന്നേരം പെങ്കൊച്ചുങ്ങൾ സാരിയും ചുറ്റി പോട്ടെ, ഞാനൊന്നും മിണ്ടുന്നില്ല. ഇവിടെ എല്ലാവരും ജനിച്ച് നാളുകൾ കഴിഞ്ഞാണ് രാജാവായിട്ട് സിംഹാസനത്തിൽ ഇരിക്കുന്നത്, രാജാവാകുന്നത്. എന്നാൽ നമ്മുടെ കർത്താവാകുന്ന ക്രിസ്തുയേശു ജനിച്ചപ്പോഴേ അവിടുന്ന് രാജാവാ. അതിലെ മത്തായി സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 2 മുതൽ വായിച്ചേ ചുപ്പാസ്റ്റേ. യഹൂദന്മാർ രാജാവായി പിറന്നവൻ എവിടെ? ഞങ്ങൾ അവന്റെ നക്ഷത്രം കിഴക്ക് കണ്ടു. അപ്പൊ 2-1 മുതൽ വായിച്ചോ. ഹെരോദ രാജാവിന്റെ കാലത്ത് യേശു യഹൂദയിലെ ബേത്ലഹേമിൽ ജനിച്ച ശേഷം കിഴക്ക് നിന്ന് വിദ്വാൻമാർ യെരൂശലേമിലെത്തി. യഹൂദന്മാർ രാജാവായി പിറന്നവൻ എവിടെ? യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? അവൻ ജനിച്ചപ്പോഴേ അവിടുന്ന് രാജാവായിട്ട് പിറക്കുക. അതാണ് യേശുവിന്റെ വിശേഷത. ഒന്ന്, അവിടുന്ന് സ്വയമായിട്ട് ജനിച്ചതാ, ആരും ജനിപ്പിച്ചതല്ല. 2, ജനിച്ചപ്പോഴേ രാജാവായി. ഓ ജീസസ്. ഒന്നുമാകർ നിന്നടുക്കൽ പറ്റിയോട് പൊന്ന മൂര കുന്തിരിക്കം കാഴ്ച വച്ചു. ഒന്നുമാകർ നിന്നടുക്കൽ പറ്റിയോട് പൊന്ന മൂര കുന്തിരിക്കം കാഴ്ച വച്ചു. ഉന്നതാധികാരമുള്ള മന്നവനെയും നൂതന്യർ സന്നമിച്ചു ഘോഷിക്കും നേതാ. നിശങ്കമായി സിയോൻ മണവാളനെ, ശ്രീ നരപതിയെ സിയോൻ മണവാളനെ, ശ്രീ നരപതിയെ സിയോൻ മണവാളനെ. നാശപാത്രമായ ലോകം ആകെയുദ്ധരിപ്പതിന് കന്യകയിൽ ജാതനായി വന്ന ശ്രീ നരപതിയെ സിയോൻ മണവാളനെ, ശ്രീ നരപതിയെ സിയോൻ മണവാളനെ. അപ്പൊ ശ്രദ്ധിക്കുക, ഈ ഇടയ്ക്കിടയ്ക്ക് ഈ 2 പാട്ട്, ഈ 2 വരി പാടും. ഈ പാട്ടിനകത്തും ദൂത. അത് പാട്ട് കേട്ട് ഗ്രഹിക്കുന്നവർക്കറിയാം. പ്രസംഗത്തെക്കാളും കുറച്ചുകൂടെ എഫക്റ്റ് ആ പാട്ട്. ഇപ്പോഴത്തെ പാട്ടല്ല. ഇപ്പോഴത്തെ പാട്ട് ഞാൻ അങ്ങോട്ട് ചെന്നപ്പോ ഇങ്ങോട്ട് വന്ന് ഞങ്ങൾ തമ്മിൽ കണ്ടല്ലോ ഡിൻ ഡിൻ ഡിൻ, ആ പാട്ടല്ല. തീ പോലെ ഇറങ്ങണേ, ആൾക്കാർ യോഗത്തിന് എഴുന്നേറ്റ് ഓടും. ഇവിടെ തീ വരിക പിന്നെ ഇരുന്നിട്ടും അങ്ങനത്തെ പാട്ടൊന്നും അല്ല. പിന്നെ ഇപ്പൊ എന്തോ പറയാനാന്നോ പ്രവർത്തിക്കാനാന്നോ എന്നെ ചെയ്യാനാ ഇങ്ങനൊക്കെ ആയ നമ്മളിപ്പോ എന്നെ ചെയ്യാനാ. സ്തോത്രം. അങ്ങനത്തെ പാട്ടൊന്നുമല്ല. സ്തോത്രം. ഇത് തലയ്ക്കകത്ത് ആളുതാമസം ഉള്ളവർക്ക് മനസ്സിലാകും, പാടുന്നത് തന്നെയാണ്. പത്രോ പറയുന്നത് ഇതിനകത്ത് ആരിലും വേണം. ഇതിനകത്ത്
അപ്പൊ ഈ പാട്ടിനകത്ത് അത് മെസ്സേജാ. അപ്പൊ എന്തായാലും കൊള്ളാം, ക്രിസ്തുവേശു ആര് ജനിപ്പിച്ചതല്ല, അവിടുന്ന് സ്വയം ജനിച്ചവനാ. അവിടുന്ന് രാജാവായിട്ടാ പിറന്നത്. അവിടുത്തെ ആരും രാജാവാക്കിയതല്ല, അവിടുത്തെ പിറവി തന്നെ രാജാവായിട്ട്. മത്തായി സുവിശേഷം അങ്ങനെയാ തുടങ്ങുന്നത്. ആ കർത്താവാകുന്ന യേശു ക്രിസ്തു മറിയത്തിന്റെ ഉദരത്തിൽ ഉരുവായി. ആ മാന്യ വനിത, ആ മാന്യ സ്ത്രീ, സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവൾ, ആ നല്ല അമ്മ യേശു കർത്താവിനെ ഉദരത്തിൽ പേറി പ്രസവകാലം തികഞ്ഞു. ആദ്യ ജാതനെ പ്രസവിച്ചു. അപ്പം വേറെ ജാതൻ അമ്മയ്ക്ക് പിന്നീട് ഉണ്ടായിട്ടുണ്ട്. ഏകജാതൻ എന്ന് കൊടുത്തിരുന്നെങ്കിൽ നമുക്ക് അനുമാനിക്കാം അമ്മയ്ക്ക് വേറെ മക്കളില്ല, അമ്മയ്ക്ക് വേറെ മക്കളുണ്ട്. ഇപ്പം അവര് തെളിയിക്കുന്ന സദസ്സല്ലല്ലോ ഇത്. ആദ്യജാതനെ ആ അമ്മ പ്രസവിച്ചു. ക്ഷീരകൾ ചുറ്റി വേറെങ്ങി ഇടമില്ലാഞ്ഞത് കൊണ്ട് പശുത്തൊട്ടിയിൽ കിടത്തി. പശുത്തൊട്ടിയിലല്ല പ്രസവിച്ചത്. പശുത്തൊട്ടിയിലാന്നും പറഞ്ഞ് തൊട്ടിയും കൂടും ഉണ്ടാക്കി, പുൽക്കൂടും എല്ലാം ഉണ്ടാക്കി, ചെറിയ ചെറിയ സാധനം എല്ലാം വെച്ച് നക്ഷത്രം എല്ലാം തൂക്കി. നീ മെനക്കെടരുത്, ഉണ്ടാക്കുന്നതിന് എതിരൊന്നുമില്ല. അവിടെ ഒന്നും അല്ല യേശുവിനെ പ്രസവിച്ചത്. ഇനി എങ്ങ് ഇടം കിട്ടാഞ്ഞപ്പോ അവിടെ കൊണ്ട് കിടത്തി എന്നോ. അപ്പോൾ വിദ്വാൻമാരും ആട്ടടയന്മാരും ഒക്കെ ആട്ടടയന്മാര് വന്ന് കണ്ട് വീണ് വണങ്ങി അവനെ നമസ്കരിച്ചു. ആ ഭാഗത്തേക്ക് ഞാൻ പിന്നെ വരുന്നുണ്ട്, അതുകൊണ്ട് ഇപ്പൊ തൊടുന്നില്ല. നമ്മുടെ കർത്താവ് വളർന്നു, പള്ളിയിൽ പോകുമായിരുന്നു, ദൈവവചനം വായിക്കുകയും പിന്നീട് പ്രസംഗിക്കുകയും ചെയ്തു. നാടെങ്ങും അവിടുന്ന് നന്മ സുവിശേഷിച്ചു. 12-ാമത്തെ വയസ്സിൽ യെരൂശലേം വലിയ പള്ളിയിൽ ചെന്ന് മാതാപിതാക്കൾ തന്നെ മറന്ന് അവര് തിരിച്ചു പോന്നു. നമ്മുടെ കർത്താവ് അവിടെ മത നേതാക്കന്മാർ ശാസ്ത്രിമാരും ഒക്കെ ആയിട്ടിരുന്ന് ഭാഷണം നടത്തി. അവരെല്ലാം പിന്നത്തേതിൽ പറഞ്ഞു, അയ്യോ ഈ ജ്ഞാനം എവിടുന്ന് കിട്ടിയെന്നാ ചോദിച്ചു. സ്തോത്രം, അവിടുന്ന് സർവജ്ഞാനിയാണ്. പിന്നെ വന്ന് अहो लवकर दूध आणा. हात सुन्न झालेत, काहीच जाणवत नाही. बाळासाठी इतकं सुद्धा करू शकत नाहीये. हात पाय सुन्न होणे किंवा मुंग्या येणे ही बी विटॅमिनच्या कमतरतेची लक्षणे आहेत. न्यूरोबियॉनच्या लाल पट्टीसह ही कमतरता पूर्ण करा आणि आयुष्य फील करा. न्यूरोबियॉन 4. अरे खाली घे ना यार, माहित नाहीये कधी चालायला लागेल. चालायला कसं लागेल ब्रो, याला थोडीच पाय आहेत. यार कमालीचा जोक मारलाय पाहिजे. हे तर काहीच नाही ब्रो, माझे खरे कमाल जोक्स तर यात आहेत. स्प्राइट जोक इन अ बॉटल. स्कॅन करा, जोक ऐका, थंड रहा. थंड घे स्प्राइट. മാതാപിതാക്കൾക്ക് കീഴടങ്ങിയിരുന്നു. അല്ലാതെ ഇന്ത്യയിലും വന്നില്ല, കാശ്മീരിലും വന്നില്ല. വന്ന് നീ ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കരുത്. ഇവിടെ വന്ന് യേശു ആയോധന കല പഠിച്ചു. എവിടെ? ചമ്പക്കരയിലോ? യേശു ഏരിയയിലോട്ടേ വന്നിട്ടില്ല. ലഡാക്കിലും വന്നില്ല, കാശ്മീരിലും വന്നില്ല, മലയുടെ സൈഡിലെങ്ങും വന്ന് നിന്നില്ല. ഇവിടുത്തെ ഒന്നും പഠിച്ചില്ല. സ്തോത്രം, യേശു അവിടെ തന്നെ ഉണ്ടായിരുന്നു. മാതാപിതാക്കൾക്ക് കീഴടങ്ങിയിരുന്നു. എന്നിട്ട് വേറൊരു പറയുന്നുണ്ട്, പതിവ് പോലെ ദൈവാലയത്തിൽ. അതിനിടയ്ക്ക് അങ്ങനെ ഇന്ത്യ വരുന്നത്. ഇന്നായിരുന്നു നമുക്കൊക്കെ രാവിലത്തെ ഫ്ലൈറ്റ് വന്ന് ജയിച്ചു, ഉച്ചക്കത്തെ ഫ്ലൈറ്റിന് തിരിച്ചു. ഇന്ന് പിന്നെ നമുക്ക് വിശ്വസിക്കാം, അന്ന് ഫ്ലൈറ്റ് പോയിട്ട് കാളവണ്ടി പോലും. അപ്പൊ യേശു അവിടെ തന്നെ ഉണ്ടായിരുന്നു. നാടെങ്ങും യേശു ക്രിസ്തു നന്മ സുവിശേഷിച്ചു. തന്റെ അടുക്കൽ വന്ന സകലരെയും യേശു വിടുവിച്ചു. 10 കുഷ്ഠരോഗി 9 നന്ദിയില്ല, പക്ഷെ നന്ദി ഇല്ലാത്തവന് നന്മ ചെയ്തവനാ ക്രിസ്തു. അമ്മയ്ക്ക് ഏകജാതന മരിച്ച് മഞ്ചോവായിട്ട് ഇങ്ങോട്ട് വരിക. യേശു മഞ്ചത്തെ തൊട്ടു, ചെറുക്കൻ ചാടി എഴുന്നേറ്റു, അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തേച്ച് യേശു അങ്ങ് പോയി. എന്നിട്ട് രോഗശാന്തി വര പ്രാർത്ഥന അന്ന് അമ്മയെ കണി കാണുകയും പോലും അവനെ കൊടുക്കുകയില്ല. അവനുമായിട്ട് നേരെ അങ്ങ് പോവുള്ളൂ. ക്രൂസൈഡിൽ കഴിഞ്ഞ ദിവസം ഉയർത്തെഴുന്നേറ്റ ബ്രദർ ലൂക്ക, അത് നമ്മുടെ ആ ഇത് വലിയ പീഠം
അതൊന്നും കുഴപ്പമില്ല. ഇനി ഇത് വേണ്ട. ഇത് മിക്കവാറും നമ്മളെ ശിംഷം ഭാഷയാണ്. ഇവർക്ക് ഇത് മതി. അതെടുത്തോണ്ട് പോകരുത്. അപ്പൊ ശ്രദ്ധിക്കുക, യേശു ചെന്ന മഞ്ചത്തെ തൊട്ടു. അന്നേരം ചെറുക്കൻ ചാടി കിടന്നു. സ്തോത്രം. അവനെ കൊണ്ട് യേശു ഒരു ക്രൂസൈഡിനും പോയില്ല. ഇന്നാണെങ്കിൽ ഇന്നത്തെ ബിരുദന്മാരാണ് അവനുമായിട്ട് നമുക്ക് കാഞ്ഞിരപ്പള്ളി ഒരു ക്രൂസൈഡുണ്ട്. ബ്രദർ വന്ന് സാക്ഷ്യം പറയാം. ഉടനെ മറ്റേ ബ്രദറിന് എന്തോ സംഭവിച്ചു. നീ ബ്രദർ പറയും, ബ്രദറിന് ഇപ്പൊ എന്തോ സംഭവിച്ചു. ഉമ്മ വട്ടുകളിയാ. യേശു അവനെ അമ്മയ്ക്ക് കൊടുത്തേച്ചു. ഞാൻ പോവാന്ന്. അതാ യേശു. സ്തോത്രം. 12 സംവത്സരമായിട്ട് രക്തസ്രവമുള്ള സ്ത്രീ വാർത്ത ശ്രുതി കേട്ടു. തെള്ളും തിക്കുമുണ്ടെങ്കിലും വിശ്വാസത്തോടെ എന്റെ ചിന്തയാ അവിടുത്തെ തിരുശരീരത്തിൽ തൊടാനാ വന്നെങ്കിലും തെള്ള് കാരണം ശരീരത്തിൽ സ്പർശിക്കാനൊത്തില്ല. ആ വസ്ത്രത്തിൽ തൊട്ട് ടപ്പെന്ന് സൗഖ്യമായി. അതാ യേശു. കർത്താവ് തിരിഞ്ഞു നോക്കി. അയ്യോ, അന്തം വിട്ടുപോയി. അവള് ഭയപ്പെട്ട് നിൽക്കുക. സ്തോത്രം. അവളെ എന്നങ്ങ് തൊട്ടു. അന്നേരം കർത്താവ് വെച്ചാൽ എന്നെ തൊട്ടത് ആരാ? അല്ല, അവിടെ നിൽക്കടി, ഞാൻ കുളിച്ചേച്ച് വരട്ടെന്നൊന്നും പറഞ്ഞില്ല. പെണ്ണുങ്ങൾ തൊട്ടെന്നും പറഞ്ഞേ. യേശു ചോദിച്ചു, എന്നെ തൊട്ടതാരാന്ന് ചോദിച്ചു. സ്തോത്രം. പൂർണ്ണ വിടുതൽ. സ്തോത്രം. അവള് വിടുതൽ പ്രാപിച്ചാ തിരിച്ചു പോയപ്പം വേണേ അവളൊരു പാട്ട് പാടി കാണും. അപ്പൊ നിങ്ങൾ ചോദിക്കും, അതിവിടെ എഴുതിയിട്ടുണ്ട്. പുസ്തകത്തിലില്ല, എൻ്റെ ചിന്തയാണ്. നമ്മൾ ഈ പാട്ടിൻ്റെ ആളായതുകൊണ്ട് അവളങ്ങോട്ട് പോയപ്പോഴേ സ്തോത്രം എല്ലാം മെലിഞ്ഞ് വൈദ്യന്മാർക്ക് മുഴുവൻ കൊടുത്ത് പരിവക്കേടായി അറ്റ കൈക്കാവന്ന് യേശുവിനെ സ്പർശിച്ചത്. പൂർണ്ണ വിടുതലും. സ്തോത്രം. അവള് തിരിച്ചു പോയപ്പം പാട്ടുമൊക്കെ പാടി കാണും. വേണേ മിക്കവാറും ഈ പാട്ട് പാടാനായിരിക്കും സാധ്യത. ഏതാ വിദ്വാൻ കുട്ടിച്ചൻ എഴുതിയത്? അതികളൊടിച്ചെന്ന് കാക്കുന്നവൻ ഭക്ഷണാദികൾ തന്നു നിത്യം പോറ്റുന്നവൻ. അതികളൊടിച്ചെന്ന് കാക്കുന്നവൻ ഭക്ഷണാദികൾ തന്നു നിത്യം പോറ്റുന്നവൻ. നീതി വഴിയിലെന്നെ നടത്തിക്കൊണ്ടു വരുന്നവൻ. ജീവനായകനെ മനുവേലേ ജീവനായകനെ മനുവേലേ ജീവനായകനെ. ജ്ഞാനമനു അമനനികമനു പിന്നെ ജ്ഞാനമനൊഴികമാറ്റാരെയുമേ. ജ്ഞാനമനു അമനനികമനു പിന്നെ ജ്ഞാനമനൊഴികമാറ്റാരെയുമേ. ൂണമറിയുമതി എനിക്കവനെല്ലാമായവൻ. ജീവനായകനെ മനുവേലേ ജീവനായകനെ മനുവേലേ
ശ്രദ്ധിക്കുക. ഈ വിശ്വാസത്തോടെ ഈ സ്ത്രീ വന്ന് അവിടുത്തെ വസ്ത്രത്തിന്റെ തൊങ്ങലെ തൊട്ടു. തപ്പെന്ന് സ്വന്തം. കർത്താവ് പോയി ചോദിച്ചു, എന്നെ തൊട്ടതാരാ? തൊട്ടെന്നോ? എന്തോ തേടല? അതങ്ങനല്ല, എന്റെ നിന്ന് ശക്തി പുറപ്പെട്ടു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന നീ വിശ്വാസത്തോടെ യേശുവിന്റെ അടുക്കൽ വന്നാൽ അവങ്കിൽ നിന്ന് ശക്തി പുറപ്പെടും. നിന്റെ പ്രശ്നങ്ങൾക്കും നിന്റെ രോഗങ്ങൾക്കും നിന്റെ കെടുതികൾക്കും പൂർണ്ണ വിടുതൽ നൽകും. യേശു ഇന്നും ജീവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പക്ഷപാതക്കാരൻ കിടക്കുക. 38 കൊല്ലമാണ് പുള്ളി ആ ഏരിയയിലെ സീനിയർ ആളാണ്. പുള്ളിയാണ് അവിടുത്തെ സീനിയർ. ചെല്ലുപടത്തിലെ ഈ സഭയിലെ സീനിയർ ഞാനാ. പക്ഷെ എഴുന്നേക്കാൻ മേല, ഒരു സ്തോത്രം പോലും പറയാൻ. സീനിയറാ, തളർന്ന് കിടക്കുക. അപ്പൊ ഈ കിടപ്പ് കണ്ട് കർത്താവ് ചോദിച്ചു, സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചു. കൊണ്ട് പുള്ളി പറഞ്ഞ്, കുളത്തിലിറങ്ങാനാണ്. നിന്നോട് അതാന്ന് കുളത്തിലിറങ്ങുന്നോ കയറുന്നോന്നാന്നോ ചോദിച്ചേ? നിനക്ക് സൗഖ്യമാകാൻ? സ്തോത്രം. എല്ലാ ഉപാധികളായി പറയുന്നത്. അപ്പോൾ യേശു അവനോട് പറഞ്ഞു, കിടക്കെടുത്ത് നടക്കാം. നമ്മളായിരുന്നു പറയും നടക്കാൻ മേലാത്തത് ആ സൂക്കേട്. അതല്ലേ 38 കൊല്ലമായിട്ട് കിടപ്പ്. നമ്മളെല്ലാം ഈ എതിരാണല്ലോ. ഏജ് പറഞ്ഞ കിടക്കെടുന്ന് നടക്കാൻ. നമ്മളാന്ന് പറയും, ഗുരു നടക്കാൻ മേലാത്തതായ നീ യേശുവിന്റെ വാക്കങ്ങ് വിശ്വസിക്കേ, അന്നേരം അവൻ കിടക്കെടുത്ത് നടന്നെന്നുള്ളത്. അവനെ യേശു ഒരു ക്രൂസൈഡിലും കൊണ്ടുപോയില്ല. അവന്റെ ഫോട്ടോ എടുത്ത് TV-യിൽ കൂടെ കാണിച്ചു വെച്ച്, യേശു വരുന്നുണ്ട്, പുറകെ നമ്മുടെ ആളും വരുന്നുണ്ട്, നിങ്ങളെല്ലാവരും വരണം. സ്തോത്രം. പൂർണ്ണ വിടുതലായി യേശുവിന്റെ അടുക്ക വന്നാൽ. നാടെങ്ങും അവിടുന്ന് നന്മ സുവിശേഷിച്ചു. കുഷ്ഠരോഗിയെ അവിടുന്ന് ശുദ്ധമാക്കി. മുടന്തരെ നടത്തി. ഊമർക്ക് സംസാരശേഷി, ചെകിടർക്ക് കേൾവി. എന്തിനേറെ നാനാവ്യാധികളാലും ബാധകളാലും വലഞ്ഞവരെല്ലാം യേശുവിനാൽ വിടുതൽ പ്രാപിച്ചു. സ്തോത്രം, സ്തോത്രം. യേശു ജീവിച്ചിരുന്ന കാലത്ത് ആരെയും ശവസംസ്കാര ശുശ്രൂഷ ചെയ്ത് കുഴിക്കകത്ത് വെച്ച് മകനെ ശോഭിത തുറമുഖത്ത് കാണാന്ന് യേശു പറഞ്ഞായിട്ടില്ല. നമ്മളൊക്കെ അങ്ങനെ. എനിക്കന്ന് എന്നും മിക്കപ്പോഴും അടക്കാം. നാളെ നമ്മുടെ അമ്മച്ചി വരുന്നില്ലേ? അവിടെ എല്ലാം ഞങ്ങൾ പോകുമ്പം കുഴിക്കകത്ത് വെച്ചേച്ച് ബാക്കിയെല്ലാം പറഞ്ഞിട്ട് പറയും, ഉഷസിൻ പൊൻപുലരികിൽ അല്ലെ ശോഭിത തുറമുഖത്ത്. നമുക്ക് ചില ഡയലോഗുണ്ട്, ബയൂല തീരത്ത്. പിന്നെ നമുക്ക് അങ്ങ് കാണാനൊക്കെ യേശു ജീവിച്ച സമയത്ത് ഒറ്റ കുഞ്ഞുങ്ങളോട് അങ്ങനെ പറഞ്ഞില്ല. സ്തോത്രം. നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് ചേരുന്നു, നമുക്ക് അങ്ങ് കാണാന്ന് യേശു പറഞ്ഞില്ല. യാക്കോയും തോമ എല്ലാം അന്നേരം ഉയർപ്പിച്ച് വിടുകയായിരുന്നു. സ്തോത്രം, സ്തോത്രം. യായിറോസിന്റെ മകള് അപ്പറ തന്നെ വന്നവർക്കെല്ലാം വിടുതല. സ്തോത്രം. ആ യേശു ഇന്നും ജീവിക്കുന്നു. ഇന്ന് മിക്കവാറും പാട്ടായിരിക്കും. കുഷ്ഠരോഗികൾക്ക് നല്ല സൗഖ്യമേകി, ദൃഷ്ടി പോയവർക്ക് ഭവാൻ കാഴ്ചയും നൽകി. കുഷ്ഠരോഗികൾക്കു നല്ല സൗഖ്യമേകി, ദൃഷ്ടി പോയവർക്ക് ഭവാൻ കാഴ്ചയും നൽകി. നത്തജീവനായ ലാസർ 4 നാൾ കഴിഞ്ഞുയർത്തു. പ്രത്തരൊരയ്യായിരം ജനം. 5 സിയോൻ മണവാളനെ, ശ്രീ നരപതിയെ സിയോൻ മണവാളനെ. രാജപാത്രമായ ലോകം ആകെയുദ്ധരിപ്പതിന് കന്യകയിൽ ജാതനായി വന്ന ശ്രീ നരപതിയെ സിയോൻ മണവാളനെ, ശ്രീ നരപതിയെ സിയോൻ മണവാളനെ.
ദുഷ്കൃതമാം വിഷബാധ നീക്കുവാനായി തക്കയാഗമായി മരിച്ചു കുരിശിൽ നീ. ദുഷ്കൃതമാം വിഷബാധ നീക്കുവാനായി തക്കയാഗമായി മരിച്ചു കുരിശിൽ നീ. കഠിന പാപിയുടെ അക്രമത്തിനുള്ള ശിക്ഷ നിഷ്കളങ്ക നീ വഹിച്ചനാൽ നമിക്കുന്നേ സിയോൻ മണവാളനേ. ശ്രീ നരപതിയേ സിയോൻ മണവാളനേ. കഠിന പാപിയുടെ അക്രമത്തിനുള്ള ശിക്ഷ നിഷ്കളങ്ക നീ വഹിച്ചനാൽ നമിക്കുന്നേ സിയോൻ മണവാളനേ. ഓ ശ്രീ നരപതിയേ സിയോൻ മണവാളനേ. നാശപാത്രമായ ലോകം ആകെയുദ്ധരിപ്പതിന് കന്യകയിൽ ജാതനായി വന്ന ശ്രീ നരപതിയേ സിയോൻ മണവാളനേ. ശ്രീ നരപതിയേ സിയോൻ മണവാളനേ. ശ്രീ നരപതിയേ സിയോൻ മണവാളനേ. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്ക. ആ നസറായൻ ഇന്ന് രാത്രിയും നമ്മുടെ നടുവിലുണ്ട്. മാറത്ത് പൊൻകച്ച കെട്ടിയവനായി ചുട്ടുപടിപ്പിച്ച് വെള്ളോട്ടുന്ന സദൃശമുള്ള പാനമുള്ളവനായി 7 നക്ഷത്രം വലങ്കിൽ പിടിച്ച് നിലവിളക്കണ്ട നടുവിൽ നിലയങ്ക ധരിച്ച് നടകൊള്ളുന്ന നസറായൻ ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ ഉലാവിക്കൊണ്ടിരിക്കുക. വിശ്വാസത്താൽ അനുഭവിച്ച് വിശ്വാസക്കണ്ണാൽ കണ്ട് അത് അനുഭവിക്കുന്ന ദൈവകുഞ്ഞുങ്ങളെ ഓർത്ത് ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. അവിടുത്തെ അടുക്കൽ വന്ന ആരും നിരാശരായി പോയിട്ടില്ല. ഒടുവിൽ തിരുവെടുത്ത് അവിടുത്തെ പറ്റി എഴുതി വെച്ചിരിക്കുന്നത് പോലെ കഷ്ടാനുഭവങ്ങളിൽ കൂടി കടന്നുപോയി. അവിടുന്ന് പീഡകളും പങ്കപ്പാടുകളും സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് അവിടുന്ന് 3-ാം ദിവസം ഉയർത്തു. ഇന്നും ജീവിക്കുന്നു. മരിച്ച് ഉയർത്തു വന്ന ഒരുവനേ ഉള്ളൂ, യേശു ക്രിസ്തു മാത്രം. ബാക്കി മത നേതാക്കന്മാരും പണ്ഡിതന്മാരും പണ്ഡിത ശിരോമണിമാരും രാജാക്കന്മാരും രാജപുങ്കവന്മാരും മന്ത്രിമാരും എന്ന് വേണ്ട ലോകത്തെ കിടിലം കൊള്ളിച്ച മിടുമിടുക്കന്മാര്, സമർത്ഥനായ സീസറും പ്രശസ്തനായ ഹോമറും സമത്വമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞർ സകലം മിടുമിടുക്കന്മാര് മരണത്തിന് അടിയോറഞ്ഞ് മരണത്തോട് അവനെ ജയിക്കുവാൻ കഴിവില്ലാതെ മരണത്തിന് പരാജയപ്പെട്ട് മണ്ണോട് മണ്ണായി അവൻ ഒരുപിടി ചാരമായപ്പോൾ മരണത്തെ ജയിച്ച ഒരുവൻ മാത്രമേ ഉള്ളൂ, അത് നസറായ യേശു ക്രിസ്തു. ആ ക്രിസ്തു ഇന്നും ജീവിക്കുന്നു. അതുകൊണ്ട് നമ്മളും ജീവിക്കുന്നു. ആ കർത്താവാകുന്ന ക്രിസ്തുവേശു മരിച്ച് അടക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തു. ആദ്യം മറിയയ്ക്ക് പ്രത്യക്ഷപ്പെട്ടു, പിന്നെ കേഭാവിന്, പിന്നെ പന്തിരുവർക്ക്, പിന്നെ 11 പിന്നെ എമ്മവസി പോയവർക്ക്, പിന്നെ കടൽക്കരയെ വെച്ച്, പിന്നെ ബദാനിയിൽ വെച്ച്, പിന്നെ മുറി അടച്ചിട്ടപ്പോൾ, പിന്നെ ശിഷ്യവൃന്ദങ്ങൾക്ക്, പിന്നെ അവരെല്ലാം കൂടെ ഒന്നിച്ചു കൂടിയിരിക്കുമ്പോൾ പൗലോസ് വേറൊരു പദം പറഞ്ഞു, പിന്നെ 500-ലധികം പേർക്ക് ഒന്നിച്ച് അവിടുന്ന് പ്രത്യക്ഷപ്പെട്ടു. അല്ലാതെ മരിച്ചേച്ച് ഉയർത്തെന്ന് പറഞ്ഞേച്ച് ഉണ്ടയിട്ടയാളല്ല യേശു. സ്തോത്രം. ആൾക്കാരെ കളിപ്പിച്ചേച്ച് പോയ ആളല്ല യേശു. അവർക്കെല്ലാം ചെന്ന് പ്രത്യക്ഷപ്പെട്ടു. അവിടുത്തെ പ്രത്യക്ഷതയ്ക്ക് വേറൊരു വിശേഷതയുണ്ട്. ഉപദ്രവിച്ച് പീഡിപ്പിച്ച ആർക്കും പ്രത്യക്ഷപ്പെട്ടില്ല. അവിടുത്തെ മുതുക ഉടവുചാല് പോലെ നീളത്ത് കീറിയെന്നാണ്. റോമൻ പടയാളികൾ യാതൊരു ദാക്ഷിണ്യം കൂടാതെ കുതിരയുടെ തോല് നാരുനാരായി കീറി അതിന്റെ അറ്റത്ത് ഈയക്കട്ടയും ഉൾക്കൊള്ളത്തും ചൂണ്ടലും കൂടെ കൂട്ടിക്കെട്ടി പിരിച്ച് ചാട്ടയാക്കി അതാണ് ചുഴറ്റി അടിക്കുന്നത്. അടിച്ച് പറിക്കുമ്പോൾ പച്ചമാംസം പറഞ്ഞ് ഇറന്ന് ഉടവചാല് പോലെ അവിടുത്തെ തിരുശരീരം കീറി രക്തം ധാരധാരയായിട്ട് ഒഴുകുക. മുൾക്കിരീടം അവിടുത്തെ ശിരസിൽ കൊണ്ട് ആഞ്ഞടിച്ചു. മുള്ളിന് 2.5 നീളം വരുന്ന മുള്ളാണ്. ഒരിക്കൽ ഞാൻ നമ്മുടെ മൈലപ്പറ ജോർജ് കോശി അവരുടെ വീട്ടിൽ ചെന്നപ്പോൾ അദ്ദേഹം ഇസ്രയേലിൽ പോയപ്പോൾ സെയിം ഈ മുൾക്കിരീടം കൊണ്ടുവന്നു. അപ്പൊ എന്നെ കാണിച്ചു. നല്ല നീളമാണ് മുള്ളിന്. അത് തലയിൽ വെച്ച് ശിരസിൽ അടിച്ച് മുള്ളകത്തോട്ടിറങ്ങിയിട്ട് കണ്ണ് വെളിയിലോട്ട് തെള്ളി വന്നെന്ന്. നാവെല്ലാം അണ്ണാക്കോട് പറ്റി. സ്തോത്രം. മുഖത്തെ രോമമെല്ലാം പിടിതെടുത്തു.
കണ്ടാൽ ഏളല്ലെന്ന് തോന്നുമാറ് അവിടുന്ന് വിരൂപമാക്കപ്പെട്ടു. പ്രവചന കുന്ന് കയറി പ്രവാചകൻ പറഞ്ഞു, സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവിടുന്ന് വഹിച്ചു, നമ്മുടെ വേദനകളെ അവിടുന്ന് ചുമന്നു, നമുക്ക് വേണ്ടി അവിടുന്ന് ഈ പീഡകളെല്ലാം സഹിച്ചു. അപ്പൊ തന്നെ ഉപദ്രവിച്ച് പീഡിപ്പിച്ച് അടിച്ച് കോല് കണ്ടടിച്ചു, കാർക്കിച്ച് മുഖത്ത് തുപ്പി, കന്നത്തടിച്ചു, ആക്ഷേപിച്ചു, അധിക്ഷേപിച്ചു, പീഡിപ്പിച്ചു. ഈ ഉയർത്തതിന് ശേഷം ഇവർക്കാർക്കും യേശു എന്ന് പ്രത്യക്ഷപ്പെട്ടില്ല. തന്നെ അടിച്ച റോമൻ പടയാളിയുടെ മുന്നിൽ യേശു ചെന്നില്ല. ചെന്ന അവൻ അറ്റാക്ക് വന്നിയാവും എന്ന് പറഞ്ഞ അങ്ങനെ പോലും യേശു ആരെയും പേടിപ്പിച്ചില്ല. യേശു പേടിപ്പിക്കുന്നത് അയ്യോ അല്ലെന്ന്. നീ എനിക്ക് ഏറ്റതെല്ലാം തന്നില്ലേ, നാളെ തന്നെ ഞാൻ തട്ടും, അതൊന്നുമല്ല യേശു. നീ തന്നില്ലേലും നിനക്ക് വീണ്ടും തരുന്നവനായ യേശു. സ്തോത്രം. ഇത് എല്ലാം പറയുന്നത് നമ്മളെ കൊടുക്കാത്തതിൻ്റെ ഈ കോലാഹലമല്ല. അതെന്താ കൊടുക്കാൻ? അയ്യോ നമ്മളത് ഏറ്റതാ, അത് കൊടുത്തില്ല, അതാണ് ഈ കുടുംബത്തിൽ ഈ പ്രശ്നമല്ല. തരണമായിരിക്കുന്ന ഒരു കുഴപ്പമില്ലല്ലോ, എന്തെല്ലാം കയറി ഏറ്റച്ചാ ഇപ്പൊ പമ്മി ഇരിക്കുന്നേ. അത് പിന്നെ അവിടുന്ന് തരികയല്ലേ, അതാ അവിടുത്തെ സ്നേഹം. കൺവെൻഷന് ഇത്ര കൊടുക്കാൻ നേരടാ മിണ്ടുന്നില്ല. ഇപ്പൊ ഇരിക്കുന്ന ഇന്നുമായിട്ട് തീരുമല്ല, കുഴപ്പമില്ല. ആശീർവാദത്തിന് മുന്നേ അങ്ങ് ഇതെല്ലാം നമ്മളേറ്റു. ആരോടെല്ലാം നമ്മളേറ്റു, ദൈവത്തോടെന്തെല്ലാം കയറി ഏറ്റു. ഓരോ ഉണർവുണ്ടാകുമ്പോൾ ചുമ്മാ കയറി നേക്കുകയല്ലേ. എന്നിട്ടും ദൈവം നിന്നെ ദോഷം വരുത്താതെ പിന്നെ അവിടുന്ന് തന്നുകൊണ്ടിരിക്കുക. അതാ യേശു. നിന്നെ സംഹരിക്കുന്ന ഒരാളല്ല യേശു, നിനക്ക് ജീവൻ തരുന്നവനായ യേശു. നിന്നെ മുടിച്ചു കളയുന്ന ദൈവമല്ല യേശു, നിന്റെ മുടിവും ഇടിവും നികത്തി തരുന്നവനായ യേശു. അപ്പോൾ തന്നെ ഉപദ്രവിച്ച ആർക്കും യേശു പ്രത്യക്ഷപ്പെട്ടില്ല. നമ്മൾ ആരുതെങ്കിലും നമ്മളെ ഒരു ഉദാഹരണമാണ്. നമ്മളെങ്ങാനും വരുന്ന ഉയർത്ത് കഴിഞ്ഞാൽ ആദ്യം ഹെരോദാവിന്റെ പാലസിന്റെ വാതിക്കെ കാറെ ചെന്ന് ചോണടിച്ച് ഗ്ലാസ് താത്തി അവിടെ ഇങ്ങനെ കിടക്കും പമ്മി. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ ഹെരോദാവ് രാവിലെ നോക്കുമ്പോ കണ്ടമാനം ഓണടിക്കുന്ന ആരാണ് നോക്കിയപ്പോ, എടാ നമ്മൾ മിനിയാന്ന് ക്രൂശിച്ച പുള്ളിയാ, അവൻ മേളിൽ നിന്ന് താഴെ വീണ് യാകുകയുള്ളു. അങ്ങനെ പോലും യേശു എന്നൊരുത്തനെ പീഡിപ്പിച്ചില്ല. പിന്നെ പ്രത്യക്ഷപ്പെട്ടതല്ല അരിമ ശിഷ്യന്മാർക്കാണ്. സ്തോത്രം. അതാ യേശുവിന്റെ വിശേഷത. സ്തോത്രം. മേദ്യാനുയായികൾക്കും പ്രത്യക്ഷമായി പ്രിയ ദിനമോദി, മേദ്യാനുയായികൾക്കും പ്രത്യക്ഷമായി പ്രിയ ദിനമോദി, ഉയർത്തഴുന്നേറ്റൊരു വാർത്ത മത്സോദര വൃന്ദത്തോടറിയിക്കുവി, ഉയർത്തഴുന്നേറ്റൊരു വാർത്ത മത്സോദര വൃന്ദത്തോടറിയിക്കുവി. സ്വർലോകരാജൻ 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 സ്വർലോകരാജൻ. അപ്പൊ ശ്രദ്ധിക്കുക, അരമശിഷ്യന്മാർക്കെല്ലാം യേശു പ്രത്യക്ഷപ്പെട്ടു. ഏതാണ്ട് 10-40 ദിവസത്തോളം ഇവരുടെ കൂടെ ഇരുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞവരെ ബോധ്യപ്പെടുത്തി. ഒടുവിൽ ഇവരെ എല്ലാം കൂടെ കൂട്ടിക്കൊണ്ട് ഒലിവമലയിൽ ചെന്ന് കാര്യങ്ങളെല്ലാം സമയമായില്ല, നമുക്ക് അതിന്റെ പരുവത്തിനെ കൈകാര്യം ചെയ്യാം. തെറ്റിദ്ധാരണ വരരുത്, അതിനാ ക്ലിയർ ആക്കുന്നത്. ഒലിവുമലയ്ക്കാ പോയത്. യേശു സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് പറഞ്ഞു, നിങ്ങൾ ഒലിവുമലയിൽ വരണം. അവര് ഒലിവുമലയ്ക്കാ പോയത്. ടി കെ ശൗമലി സാറ് പാടിയ ഒരു പാട്ടിന്റെ ഒരു വരിയുണ്ട്. ഒലിവന്നോതും മലയിൽ നിന്നും തിരുജനമരികിൽ നിൽക്കവേ, ഒലിവന്നോതും മലയിൽ നിന്നും തിരുജനമരികിൽ നിൽക്കവേ, ചരണമുയർന്നു ഗഗന ഗഗനായി പാദനരികിലമർന്നുതാ, ചരണമുയർന്നു ഗഗന ഗഗനായി പാദനരികിലമർന്നുതാ. എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു തന്റെ മഹിമാനിസ്തുലം, എന്തോര
ഒരത്ഭുത പുരുഷൻ ക്രിസ്തു തന്റെ മഹിമീസ്തുലം. അപ്പൊ ശ്രദ്ധിക്കുക, ശിഷ്യന്മാരുടെ കൂടെയാണ് അവിടെ നിൽക്കുന്നത്. ആ ശിഷ്യന്മാരുടെ വിശേഷത, യോഗ്യത, അവരെങ്ങനെയുള്ളവരായിരിക്കണം? ഒന്ന്, അനുസരണമുള്ളവരായിരിക്കണം. ദൈവമക്കൾ അനുസരണമുള്ളവരായിരിക്കണം. സഭയിലെ ശുശ്രൂഷകൻ ഒരു കാര്യം പറഞ്ഞാൽ അനുസരിക്കണം. ഇത് പറയുന്നതിന് മുന്നേ ഒരു കൊമ്പ് കോർത്ത് ഉടനെ അടിയന്തര പാസ് ഇല്ലാതെ ഒരു കമ്മിറ്റി കൂടി ഉടനെ ഡിസ്ട്രിക്ട് കൊണ്ട് പരാതി കൊടുത്തു. ഡിസ്ട്രിക്റ്റിന് ഉടനെ മുളക്കുഴയ്ക്ക് പോയി, നീ ഒന്നും ഗുണമാകുകയല്ല. ആ ഇരിക്കുന്ന ശുശ്രൂഷകൻ ദൈവകൃപയെ ശരണപ്പെട്ട് വചനപ്രകാരം വചനത്തിന് നിരക്കുന്ന കാര്യം പറയുമ്പോൾ ആ നടത്തിപ്പുകാരെ അനുസരിക്കണം. അനുസരിച്ചാലേ ദൈവം കൂടെ ഇരിക്കും. അനുസരണമില്ലാത്ത ആരുടെയും കൂടെ ദൈവം ഇരിക്കുകയല്ല. കുഞ്ഞുങ്ങൾ മാതാപിതാക്കൾ പറഞ്ഞ് അനുസരിക്കണം. വേണ്ടേ? വേണം. ഇപ്പൊ പിന്നെ പിള്ളേരെ പേടിച്ചാ എല്ലാവരും ജീവിക്കുന്നത്. എവിടെ പോകുന്നടാ ഉണ്ണേ അവൻ? ചോദിച്ചെന്നേ ഉള്ളൂ. നീ എന്തോ തന്തയാ? എന്തോ അപ്പനാ? എടാ, പിള്ളേരെ പേടിച്ചല്ല അപ്പനും അമ്മയും ജീവിക്കണ്ട. അപ്പനെയും അമ്മയും ബഹുമാനിച്ചും കീഴ്പ്പെട്ടും പിള്ളേർ ജീവിക്കണം. അതാ വേദപുസ്തകത്തിന്റെ പ്രമാണം. അയ്യോ, അവനോട് അങ്ങനെ പറയാനൊക്കത്തില്ല, അവനെ ക്ഷിപ്രകോപിയാ. പിന്നെ നല്ല പെരുകു കൊടുക്കാഞ്ഞിട്ടാ. ഇപ്പൊ പിന്നെ പിള്ളേരെ തല്ലാനും വേദപുസ്തകം പഠിപ്പിക്കുന്ന പിള്ളേരെ തല്ലണമെന്നാ, തല്ലി വളർത്തണമെന്നാ. ചുമ്മാ തല്ലുകയും ചെയ്യരുത്, കാരണമില്ലാതെ തല്ലുകയും ചെയ്യരുത്. പൊട്ടിപ്പോകത്തക്ക തല്ലെന്ന അങ്ങനെ പുസ്തകത്തിന്റെ വാക്യം. അടിയുടെ ഫോഴ്സ് വരെ സദൃശവാക്യത്തിൽ എഴുതി ഇത്ര ആയത്തിൽ അടിക്കാം, അങ്ങനെ പുസ്തകത്തിൽ വാക്യമുണ്ട്. അടിക്കേണ്ട സമയത്ത് അടിക്കണം, ലാളിക്കേണ്ട സമയത്ത് ലാളിക്കണം, സ്നേഹിക്കേണ്ട സമയത്ത് സ്നേഹിക്കണം, വളർത്തേണ്ട സമയത്ത് വളർത്തണം, പഠിപ്പിക്കേണ്ട സമയത്ത് പഠിപ്പിക്കണം, കരുതേണ്ട സമയത്ത്, അതിനെല്ലാം പുസ്തകത്തിൽ വാക്യമുണ്ട്. അനുസരിക്കണം. അമ്മ അടുക്കളയിൽ കയറുമ്പോൾ മോളെ വിളി, എടി ആ തോരൻ അരിഞ്ഞേ. അനുസരിക്കണ്ട? അനുസരിക്കണം. അമ്മ അടുക്കള